സപ്ലൈകോയുടെ നെല്ല് സംഭരണം പ്രതിസന്ധിയിലായിരിക്കെ കർഷകർക്ക് കൈത്താങ്ങായി ആലത്തൂർ സർവീസ് സഹകരണ ബാങ്ക്. സർവീസ് സഹകരണ ബാങ്ക് നെല്ല് സംഭരണം ഏറ്റെടുക്കും. സംഭരിച്ച് ഉടൻ നൽകുന്ന രസീത് ബാങ്കിൽ നൽകിയാൽ അപ്പോൾ തന്നെ പണം നൽകുമെന്നും ബാങ്കിന്റെ ഉറപ്പ്. ആശ്വാസമുള്ള നീക്കമെന്നാണ് കർഷകരുടെ പ്രതികരണം. സപ്ലൈകോയും മില്ലുടമകളും തമ്മിലുള്ള ചർച്ച എവിടെയും എത്താത്ത സാഹചര്യത്തിൽ നെല്ല് സംഭരണം അനന്തമായി നീണ്ടുപോകുന്നത് കർഷകർക്ക് വലിയ പ്രതിസന്ധിയായിരുന്നു. മഴ കൂടി കാണാത്തതോടെ ആശങ്കയും വർദ്ധിച്ചു. ഈ സാഹചര്യത്തിലാണ് ആലത്തൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ നീക്കം. കേന്ദ്ര സർക്കാർ താങ്ങുവിലയായ 23.69 രൂപ വർദ്ധിപ്പിച്ച് 24.5 രൂപയ്ക്കാണ് ബാങ്ക് നെല്ലെടുക്കുക. കർഷകർക്ക് ഉടൻ പണം നൽകുന്നത് ഉറപ്പാക്കുമെന്ന് ബാങ്ക് പ്രതിനിധികൾ. കേന്ദ്ര ഗവൺമെന്റ് താങ്ങുവിലയേക്കാൾ കൂടി വർദ്ധിപ്പിച്ചുകൊണ്ട് 24 രൂപ 50 പൈസയ്ക്ക് ഞങ്ങൾ ഏറ്റെടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ആ നെല്ലളന്ന ബില്ലുമായി എപ്പോൾ വരുന്നോ ആ സമയത്ത് തന്നെ ഞങ്ങൾ ക്യാഷ് കൊടുക്കും. ബാങ്കിന്റെ നടപടി ആശ്വാസം നൽകുന്നതെന്ന് സ്ഥലം MLA KD പ്രസേനനും കർഷകരും. പാലക്കാട് ജില്ലയിലെ കർഷകർ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ആലത്തൂർ സർവീസ് സഹകരണ ബാങ്കിൻ്റെ ഈ സംരംഭത്തെ കാണുന്നത്. അവർ സംഭരിക്കുന്നു, കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച തറവിലയേക്കാളും കൂടുതൽ തുക നൽകുന്നു, സംഭരിച്ച് മണിക്കൂറുകൾക്കകം പണം നേരിട്ട് നൽകുന്നു എന്ന പ്രത്യേകതകളെല്ലാം ഈ സംഭരണത്തിനുണ്ട്. ഇങ്ങനെ പറഞ്ഞപ്പോൾ വളരെ സന്തോഷമുണ്ട്. എടുക്കണമെന്ന് വെച്ചപ്പോൾ കുറേ ദിവസമായി തീരഴിഞ്ഞിട്ടിരിക്കുകയാണ്. ഇപ്പോൾ ഞങ്ങൾ കഷ്ടപ്പാട് ഇന്നത്തോടെ തീർന്നു എന്ന് വിചാരിക്കുന്നു. കേരളത്തിൽ ആദ്യമായാണ് ഒരു സഹകരണ സംഘം നെല്ല് സംഭരണത്തിന് സന്നദ്ധമായത്. വാഹനങ്ങൾ കടന്നുപോകുന്ന കർഷകരുടെ വീടുകളിൽ നിന്നും സംഭരണ കേന്ദ്രങ്ങളിൽ നിന്നും സപ്ലൈകോ നിഷ്കർഷിക്കുന്ന തരം നെല്ല് കർഷകരുടെ ഉത്തരവാദിത്തത്തിൽ നേരിട്ടെത്തിയാകും സംഭരണം. 24 പാലക്കാട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.